ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫാമിലി വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്ത് ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ കാണുന്നതാണ് അമ്പലം. അപ്പോൾ അവിടെ സപ്താഹം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സപ്താഹം തുടങ്ങിയത് മെയ് 28-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്ന് 5-ാം ദിവസം രുക്മിണി സ്വയംവരമാണ്. രുക്മിണിയായിട്ട് ഒരുക്കുന്നത് നമ്മുടെ സ്വന്തം ശ്രുതിലക്കുട്ടിയാണ്. ശ്രുതിലക്കുട്ടിയെ ഞാൻ ഇതിനു മുൻപുള്ള വീഡിയോസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ നാത്തൂൻ്റെ മോളാണ്. അപ്പോൾ ശ്രുതിലക്കുട്ടിയെ രുക്മിണിയായിട്ട് ഒരുക്കിയിട്ടുള്ള രുക്മിണി സ്വയംവര വ്ളോഗാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ഫാമിലിയിലെ എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളുന്ന ഒരു വ്ളോഗും കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എനിക്കും ഒരു സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അതിനു മുൻപ് ആദ്യമായിട്ടുള്ള വ്യൂവേഴ്സ് പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ എന്തായാലും തുടർന്നുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം ശ്രുതില മോൾക്ക് ഒരുങ്ങാനായിട്ടുള്ള ഐറ്റംസാണ്. വളയും മാലയും അതേപോലെ ഡ്രസ്സും ഹെയർ എക്സ്റ്റൻഷനും എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവളെ എത്രത്തോളം സുന്ദരിയായിട്ട് ഒരുക്കി വിടാവോ അത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീഡിയോ കാണാനായിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ശ്രുതിലുവിൻ്റെ അച്ഛനും അമ്മയുമാണ്. ഞാൻ നമ്മളുടെ കല്യാണത്തിന് ശേഷമുള്ള ഫാമിലി വ്ളോഗിലെല്ലാം ലക്ഷ്മി ചേച്ചിയെയും ശ്രീരാജ് ഏട്ടനെയും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അവർ രണ്ടുപേരും അബ്രോഡാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ മകളുടെ എന്താ പറയുക, ഒരു ലൈഫിലെ നല്ലൊരു ഇവൻ്റാണ് നമുക്ക് ഈ രുക്മിണി സ്വയംവരത്തിൽ രുക്മിണി ദേവിയായിട്ടൊക്കെ ഒരുങ്ങാൻ കിട്ടുന്നതൊക്കെ വളരെ നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഞങ്ങളെല്ലാവരും കരുതുന്നത്. അപ്പോൾ ശ്രുതില മോളെ ഞാൻ തന്നെയാണ് ഒരുക്കുന്നത്. ഈ മൈലാഞ്ചി എല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ തന്നെയാണ്. ആൾക്കും ഒരുങ്ങാനെല്ലാം വളരെ അധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു ബഹളവും ഇല്ലാതെ നല്ല മിടുക്കി കുട്ടിയായിട്ട് ഇരുന്ന് തരുന്നുണ്ടായിരുന്നു ഒരുങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പങ്കെടുത്തിട്ടുള്ള ഒരു ഇവൻ്റ് തന്നെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാവരെയും നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ വ്ളോഗിലൂടെ. അപ്പോൾ ഒരുക്കങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു 10:30 മണിയോടുകൂടി അമ്പലത്തിൽ എത്തിച്ചേരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 11 മണിയോടുകൂടി രുക്മിണി സ്വയംവര ഘോഷയാത്ര, താലപ്പൊലിയോടുകൂടിയുള്ള ഘോഷയാത്ര 11 മണിയോടുകൂടി ഇറങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ തൊട്ടമ്പലത്തിലാണ് സപ്താഹം നടക്കുന്നത്, ഞാൻ നേരത്തെ കാണിച്ചല്ലോ. പക്ഷെ നമ്മുടെ ഈ രുക്മിണി സ്വയംവര ഘോഷയാത്ര ഇറങ്ങുന്നത് കുറച്ചും കൂടി അങ്ങോട്ട് ഒരു 500 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വളരെ തൊട്ടടുത്തുള്ള ഒരു നരസിംഹമൂർത്തിയുടെ ക്ഷേത്രത്തിൽ നിന്നിട്ടാണ് നമ്മുടെ ഈ രുക്മിണി സ്വയംവര ഘോഷയാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു 10:30 മണിക്ക് എത്തിച്ചേരേണ്ടത് ഈ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിലേക്കാണ്. അപ്പോൾ ശ്രുതില മോൾക്ക് കണ്ണെല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം പാട്ടൊക്കെ പാടി അങ്ങനെ ആടിപ്പാടി ഇരിക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഞങ്ങളെല്ലാവരും ഒരുങ്ങി റെഡിയായി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. അപ്പം രുക്മിണി ദേവിയെ അവിടെ ക്ഷേത്രത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ. പക്ഷെ നമുക്ക് രുക്മിണി ദേവിയെ നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിയിൽ ഞാനും അതേപോലെ ശ്രുതിലമ്മോളും കൂടി പോവുകയാണ്. വിച്ചുവാണ് കൊണ്ടുവിടുന്നത്. ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാനും ശ്രുതിലുവും കൂടി ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് സമയം പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ ഇവൻ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിവിടെ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രുക്മിണി സ്വയംവര ഘോഷയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളും അതേപോലെ ക്ഷേത്ര മേൽശാന്തിയും യജ്ഞാചാര്യനും എല്ലാവരും കൂടി അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഇവിടെ ഒരുങ്ങി നല്ല സുന്ദരിമണികളായിട്ട് വന്ന് നിൽപ്പുണ്ട് താലമൊക്കെ എടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മളുടെ നാട്ടുകാരെല്ലാവരും ഈ വീഡിയോയിലുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം രുക്മിണി സ്വയംവര ഘോഷയാത്ര ഇവിടെ ഏകദേശം തുടങ്ങാനായിട്ടുണ്ട്. അപ്പോൾ രുക്മിണിമാരെയും അതേപോലെ രുക്മിണിയായിട്ട് ഒരുങ്ങുമ്പോൾ രുക്മിണിക്ക് തോഴിമാർ വേണമല്ലോ. അപ്പം 3 കുഞ്ഞുകുട്ടികൾ തോഴിമാരായിട്ട് വെക്കുക വളരെ സുന്ദരികളായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നമുക്കതുപോലെ താലമാണെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ടുള്ളതും അതേപോലെ സ്വീറ്റ്സ് വെച്ചിട്ടുള്ളതും മിഠായി വെച്ചിട്ടുള്ള താലവും അതേപോലെ പൂത്താലവും അരിത്താലവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അവർ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഈ രുക്മിണി സ്വയംവരം നടക്കുന്നതിൻ്റെ തലേ ദിവസം വരെ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം നല്ല മഴയായിരുന്നു. അപ്പം എന്തോ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, ആ ദിവസം നമ്മൾക്ക് ആ ഒരു ചടങ്ങ് അതിമനോഹരമായിട്ട് നടത്താനായിട്ട് സാധിച്ചു. കാരണം
മഴയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ലൊരു അന്തരീക്ഷമായിരുന്നു. അന്തരീക്ഷം തന്നെ നമ്മളുടെ ആ രുക്മിണി സ്വയംവര ഘോഷയാത്രയും രുക്മിണി സ്വയംവരവും എല്ലാം വളരെയധികം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് അന്തരീക്ഷം വരെ നമ്മൾക്ക് സപ്പോർട്ടായിരുന്നു. അപ്പോൾ ദാ ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ള കുട്ടിയും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ താലപ്പൊലിയൊക്കെ ഇറങ്ങാനായിട്ട് പോവുകയാണ്. വളരെ ഭംഗിയായിട്ടാണ് ആ കുഞ്ഞ് ശ്രീകൃഷ്ണനായിട്ടൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ താലപ്പൊലി ഇവിടെ തുടങ്ങുകയാണ്. താലമെല്ലാം ഇറങ്ങി. അപ്പം രുക്മിണിയുടെ അമ്മായി ആയതുകൊണ്ട് തന്നെ എന്നെക്കൊണ്ട് അഷ്ടമംഗല്യമാണ് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ വരണമാല്യവും രുക്മിണി ദേവിയുടെ വിഗ്രഹവും എല്ലാം എടുത്തിട്ടുള്ളത് വിവാഹം കഴിക്കാത്ത 2 പെൺകുട്ടികളായിരുന്നു. അപ്പോൾ അങ്ങനെ താലപ്പൊലിയെല്ലാം വളരെ ഭംഗിയായിട്ട് 2 വരിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരമില്ല, എനിക്ക് 500 മീറ്ററിൽ താഴെ ഉണ്ടാവുള്ളൂ ആ നരസിംഹമൂർത്തിയുടെ അമ്പലത്തിൽ നിന്ന് നമ്മളുടെ അമ്പലത്തിലേക്ക്. രുക്മിണി ദേവിയും ശ്രീകൃഷ്ണനുമൊക്കെ കൈയൊക്കെ പിടിച്ചിട്ടാണ് നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ സതിലക്കുട്ടിക്ക് ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൾ പിന്നെ വളരെ സ്മാർട്ടായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. തുടക്കം തൊട്ട് അവസാനം വരെ ഒരു കുഴപ്പമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ സതില മോളും ഇതിനോട് സഹകരിച്ചു. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരെയും അറേഞ്ച് ചെയ്ത് നിർത്തി. അതിനുശേഷം പിന്നീട് ക്ഷേത്രത്തിന് മുഴുവനായിട്ട് ഒന്ന് വലം വെച്ചതിന് ശേഷമാണ് നമ്മളെ യജ്ഞമണ്ഡപത്തിലേക്ക് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഫംഗ്ഷനിൽ നമ്മളുടെ നാട്ടുകാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചധികം എൻ്റെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കുമൊക്കെ വളരെയധികം സന്തോഷമാകും. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷം. അങ്ങനെ തന്നെ നമ്മളുടെ താലപ്പൊലിയെല്ലാം യജ്ഞമണ്ഡപത്തിലേക്ക് എത്തി. അപ്പോൾ രുക്മിണി ദേവിയെയും ശ്രീകൃഷ്ണനെയും പൂവൊക്കെ ഇങ്ങനെ എറിഞ്ഞ് ആണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മളെ രുക്മിണി ദേവിയെയും അതേപോലെ ശ്രീകൃഷ്ണനെയും ഇരുത്താനായിട്ട് ദിവാൻ കോട്ടൊക്കെ അമ്പലത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും അവിടെ സ്വീകരിച്ചിരുത്തി. അപ്പുറവും ഇപ്പുറവും തോഴിമാരെയും ഒക്കെ ഇരുത്തി. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഭാഗവത മാഹാത്മ്യം ആചാര്യൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയായിരുന്നു. കാരണം രുക്മിണി സ്വയംവരം എന്താണെന്നും രുക്മിണി സ്വയംവരം നടക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും രുക്മിണി ദേവി ആരാണെന്നും ശ്രീകൃഷ്ണൻ ആരാണെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഇത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മേൽശാന്തിയാണ്. അപ്പോൾ നമ്മളുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ എന്താണ് ഭാഗവതം എന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു സപ്താഹ യജ്ഞമാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു അറിവ് കിട്ടുന്നത്. അപ്പോൾ ദാ രുക്മിണി സ്വയംവരം പാരായണം ചെയ്യുകയാണ്. അപ്പം നമ്മൾക്ക് ഈ രുക്മിണി സ്വയംവരം കാണാൻ സാധിക്കുന്നതും ആ ഒരു ഭാഗവതം ഇങ്ങനെ വായന കേൾക്കുന്നതും ഒക്കെ വളരെയധികം ഭാഗ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പം ഞാനാണെങ്കിലും വിവാഹം കഴിച്ച് വന്നിട്ട് എൻ്റെയും ആദ്യത്തെ സപ്താഹമാണ്. അപ്പോൾ ആ സപ്താഹത്തിൽ എനിക്കും വളരെ മുൻപന്തിയിൽ നിന്ന് തന്നെ നമ്മളുടെ കുഞ്ഞിനെ രുക്മിണി ദേവിയായിട്ട് ഒരുക്കി. അതുപോലെ മുൻപന്തിയിൽ നിന്ന് പങ്കെടുക്കാൻ സാധിച്ചു. അതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം രുക്മിണി സ്വയംവരമൊക്കെ കഴിഞ്ഞപ്പോൾ മംഗളഗാനങ്ങളൊക്കെ പാടിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെല്ലാം നൃത്ത ചുവടുകളൊക്കെ വെച്ചു, കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിരുന്നു. അതിനുശേഷം പിന്നീട് ശ്രുതിലുവിൻ്റെ കയ്യിലും അതേപോലെ ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങിയ കുട്ടിയുടെ കയ്യിൽ മധുരപലഹാരവും ശ്രുതിലുവിൻ്റെ കയ്യിൽ ചുമന്ന കുങ്കുമവുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ശ്രുതിലമോളിങ്ങനെ ചുമന്ന കുങ്കുമം തൊട്ട് കൊടുക്കും. അതേപോലെ ശ്രീകൃഷ്ണനായിട്ട് ഒരുങ്ങിയ കുട്ടി എല്ലാവർക്കും മധുര പലഹാരം കൊടുക്കും. എന്നിട്ട് അവർക്ക് ചെറിയ ദക്ഷിണയും കൊടുക്കും. അങ്ങനത്തെ ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ ശ്രുതിലക്കുട്ടിക്ക് ഇങ്ങനെ എല്ലാവർക്കും പൊട്ടൊക്കെ തൊട്ട് കൊടുക്കുന്നതും ചന്ദനം തൊട്ട് കൊടുക്കുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്കും ആ ഒരു സംഭവം വളരെയധികം ഇഷ്ടമായി. അതിനുശേഷം പിന്നീട് നമ്മൾക്ക് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിരക്കുകൾ കൊണ്ട് എനിക്ക് അന്നദാനം ഒന്നും അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നല്ല തിരക്കും ഉണ്ടായിരുന്നു. രുക്മിണി സ്വയംവര ദിവസവും അതേപോലെ തന്നെ ഞായറാഴ്ചയും ഒക്കെ ആയിരുന്നതുകൊണ്ട് തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ. പിന്നീട് ദക്ഷിണ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രം മേൽശാന്തിക്കും അതേപോലെ യജ്ഞ പൗരാണികന്മാർക്കും എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ വൈകിട്ട് ഞാനും അമ്മയും കൂടി വീണ്ടും അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സർവൈശ്വര്യ പൂജ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ പോയതിൻ്റെ ഉദ്ദേശം തന്നെ വൈകിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളുടെ വകയായിട്ട് വനിതാ ഭാരവാഹികളുടെ വകയായിട്ട് തിരുവാതിരയും അതേപോലെ തന്നെ കൈകൊട്ടിക്കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും കൂടെ വൈകിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ലോഗ്. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ പുതിയതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ
ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതേപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വ്ലോഗ്. ആരും പോകരുത്. തിരുവാതിരയും അതേപോലെ കൈകൊട്ടിക്കളിയും ഒക്കെ കണ്ടിട്ട് മാത്രമേ പോകാവുള്ളൂ. ഇതിൻ്റെ അവസാനം ഒരമ്മ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു നൃത്തച്ചുവടുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കാണണം. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.